അപ്പോൾ ആറ്റം എങ്ങനെയായിരിക്കുന്നത്? എന്താണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ? ആറ്റത്തിൻ്റെ ഒരു സെൻറ്റർ പാർട്ട് എന്ന് പറയുന്നത് അതിൽ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇലക്ട്രോൺസുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രോൺസുകൾ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെല്ല്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ദാറ്റ് ഈസ് കെമിസ്ട്രി. ഓക്കെ, നമുക്കറിയാം മത്സര പരീക്ഷകളിൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിൽ 10 മാർക്കാണ് സയൻസിൽ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറയുകയാണ്. അതിൽ 3 മാർക്കാണ് കെമിസ്ട്രി ചോദിക്കുന്നത്, ദെൻ ഒരു 3 മാർക്ക് ഫിസിക്സ്, ഓക്കെ, ദെൻ ഒരു 4 മാർക്ക് ബയോളജി. ഇതാണ് ഡിഗ്രി ലെവലിൽ സാധാരണ PSC ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ. അപ്പോൾ 3 മുതൽ 4 വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് കെമിസ്ട്രിയിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റർ കൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും ചെറിയ കണി, ഓക്കെ, ഏറ്റവും ചെറിയ ഭാഗം, ഓക്കെ, നിങ്ങൾക്ക് ഈ പേന കാണാൻ സാധിക്കും. പേനയെ 2ആയിട്ട് ഇതുപോലെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഈ ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കണിയിലേക്ക് എത്തുന്നത് ആറ്റത്തിലേക്കാണ്. ക്ലിയർലി? ആറ്റത്തെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ഓക്കെ, ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്തെ ഒരു ചെറിയ പാർട്ടിനെ നമ്മൾ വിളിക്കുന്നു ആറ്റം എന്ന് വിളിക്കുന്നു. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ കോയിൻഡ് ദ വേർഡ് ആറ്റം? ആരാണ് ആറ്റം എന്ന് പറഞ്ഞ വാക്ക് കോയിൻ ചെയ്തത്? ഹൂ കോയിൻഡ് ദ വേർഡ് ആറ്റം? അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കുക, ദാറ്റ് ഈസ് ഓസ്റ്റ്വാൾഡ്. റിമെമ്പർ ഫ്രണ്ട്സ്, ഹൂ കോയിൻഡ് ദ വേർഡ് ആറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് ഓസ്റ്റ്വാൾഡ്. ഇനി ഓസ്റ്റ്വാൾഡിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ എഴുതി വെക്കുക, HNO3 നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരും ഓസ്റ്റ്വാൾഡ് പ്രോസസ്സാണ്. ഈ നിർമ്മാണ പ്രക്രിയ പറയുമ്പോൾ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക, H2SO4 സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, PSCകളിൽ സ്ഥിരം ചോദ്യമാണത്. ഓക്കെ, അപ്പോൾ HNO3 നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേര് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്നു കോണ്ടാക്ട് പ്രോസസ്. ഇനി എങ്ങനെ എഴുതി വെച്ചോ, ഹൈഡ്രജൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് ബോഷ് പ്രോസസ്. ഹൈഡ്രജൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്നു ബോഷ് പ്രോസസ്. ഇങ്ങനെ ഒരു പോയിന്റ് കൂടി എഴുതി വെക്കാം, അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് എന്ത് പറയുന്നു? ദാറ്റ് ഈസ് ഹാൾ-ഹെറാൾട്ട് പ്രോസസ്. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ് ശ്രദ്ധിച്ചു വെക്കുക, PSC സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, നിർമ്മാണ പ്രക്രിയ. മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് H2SO4 ഈസ് കോൾഡ് എസ് കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് ഹൈഡ്രജൻ ഈസ് കോൾഡ് എസ് ബോഷ് പ്രോസസ്. മാനുഫാക്ചറിംഗ് പ്രോസസ് ഓഫ് അലൂമിനിയം ഈസ് കോൾഡ് എസ് ഹാൾ-ഹെറാൾട്ട് പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആറ്റം പഠിച്ചു. ആറ്റം എന്ന വാക്ക് കോയിൻ ചെയ്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഓസ്റ്റ്വാൾഡ് ആണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ് പോയിന്റ്. ആദ്യത്തെ ആറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാണ്? സോ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് ആറ്റോമിക് തിയറി? ആദ്യത്തെ ആറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ പേരെന്താണ്? സോ ദാറ്റ് ഈസ് നൺ അനദർ ജോൺ ഡാൽട്ടൺ. സോ ആദ്യത്തെ ആറ്റോമിക് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഓക്കെ, പ്രപ്പോസ് ചെയ്ത വ്യക്തി ദാറ്റ് ഈസ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയിലാണ് അദ്ദേഹം പറയുന്നത് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആറ്റോമിക് തിയറിയിലാണ് പറയുന്നത് ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ആറ്റോമിക് തിയറി കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാരാണ്? ദാറ്റ് ഈസ് ജോൺ ഡാൾട്ടൺ. ആൻഡ് സെക്കൻഡ് പോയിന്റ്, ഈ ആറ്റോമിക് തിയറിയിലാണ് അദ്ദേഹം പറയുന്നത്, ഓക്കെ, ദ മാസ് ഓഫ് എൻ ആറ്റം. ആറ്റത്തിനൊരു മാസ് ഉണ്ടെന്നും ആ മാസ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും നിങ്ങൾ എഴുതി വെക്കുക, ദാറ്റ് ഈസ് ജോൺ ഡാൾട്ടൺ. ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാതെ ആറ്റം എന്ന് പറഞ്ഞ വാക്ക് കോയിൻ ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ്. ഇത്ര എഴുതുക. ഇനി ഇങ്ങനെ ചോദിക്കുകയാണ് പരീക്ഷയ്ക്ക്, ആദ്യത്തെ ആറ്റോമിക് തിയറി കൊണ്ടുവന്ന ഇന്ത്യക്കാരനാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഹൂ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ഹൂ പ്രപ്പോസ്ഡ് ദ ആറ്റോമിക് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കണം, ദാറ്റ് ഈസ് കണാദ മുനി. ആദ്യത്തെ ആറ്റോമിക് തിയറി കൊണ്ടുവന്ന ഇന്ത്യക്കാരൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കണാദ മുനിയാണ്. BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് വൈശേഷിക സൂത്രം. ഓക്കെ, സോ വൈശേഷിക സൂത്ര എന്ന് പറഞ്ഞ പുസ്തകത്തിലാണ് കണാദ മുനി പരമാണു തിയറം പറയുന്നത്. അപ്പോൾ ആറ്റോമിക് തിയറി കൊണ്ടുവന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക, ദ ആൻസർ ഈസ് കണാദ മുനി. ഇനി എങ്ങനെ ചോദിക്കുകയാണ്, ആദ്യത്തെ മോഡേൺ ആറ്റോമിക് തിയറി കൊണ്ടുവന്നത് ആരാണ്? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, ദാറ്റ് ഈസ് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ജോൺ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറി ഞാൻ മോഡേൺ ആറ്റോമിക് തിയറി എന്ന് പറയുന്നു. ക്ലിയർ? അതുപോലെ തന്നെ കണാദ മുനിയുടെ ആറ്റോമിക് തിയറി ഞാൻ പറയുന്നു ക്ലാസിക്കൽ ആറ്റോമിക് തിയറി. ഫ്രണ്ട്സ് മറന്നു പോകരുത്,
PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇതൊക്കെ. ഓക്കെ, മോഡേൺ ആറ്റോമിക് തിയറി കൊണ്ടുവന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ക്ലാസിക്കൽ ആറ്റോമിക് തിയറി കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കണാദമുനിയാണ്. അപ്പോൾ നമ്മൾ ആറ്റത്തെക്കുറിച്ച് പഠിച്ചു. ആറ്റം എന്ന വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത് ഓസ്റ്റ്വാൾഡാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ആറ്റോമിക് തിയറി. ഫസ്റ്റ് ആറ്റോമിക് തിയറി കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. അടുത്തത് ആറ്റോമിക് തിയറി കൊണ്ടുവന്ന ഇന്ത്യക്കാരൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കണാദമുനിയാണ്. ക്ലിയർ ഫ്രണ്ട്സ്? അപ്പോൾ ഇത്രയും ഒരു ബേസിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇനി ആറ്റത്തിലേക്ക് നമ്മൾ പോകണം. എന്താണ് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ? നമ്മൾ പറഞ്ഞു പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ അണു, ഏറ്റവും ചെറിയ പദാർത്ഥം, ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗം, പാർട്ട്, അതിനെയാണ് നമ്മൾ ആറ്റം എന്ന് വിളിക്കുന്നത്. ആറ്റത്തെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ ഒരു അണുവിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ വി ആർ ഡീലിംഗ് വിത്ത് ദ സ്ട്രക്ചർ ഓഫ് എൻ ആറ്റം. ക്ലിയർ ഫ്രണ്ട്സ്? അപ്പോൾ ആറ്റം എങ്ങനെയായിരിക്കുന്നത്? എന്താണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ? ആറ്റത്തിൻ്റെ ഒരു സെൻറ്റർ പാർട്ട് എന്ന് പറയുന്നത് അതിൽ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ്. റിമെമ്പർ, ആറ്റത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ള ഒരു സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നു ദാറ്റ് ഈസ് കോൾഡ് എസ് ന്യൂക്ലിയസ്. നമ്പർ 1 പോയിന്റ്. ഇനി ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഇലക്ട്രോൺസുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇലക്ട്രോൺസുകൾ. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അഥവാ ഷെല്ല്. ക്ലിയർ ഫ്രണ്ട്സ്? ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ പാത്തിനെ നമ്മൾ വിളിക്കുന്നു ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ. രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും സെൻട്രൽ പോയിന്റ് ന്യൂക്ലിയസ് ആണെന്ന് പറഞ്ഞു. ന്യൂക്ലിയസിൻ്റെ അകത്താരൊക്കെയുണ്ട്? അകത്തിരിക്കുന്ന 2 പാർട്ടിക്കിൾസിനെ നമ്മൾ വിളിക്കുന്നു, ഒന്ന് ന്യൂട്രോൺ ആൻഡ് സെക്കൻഡ് ഈസ് പ്രോട്ടോൺ. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ ഈ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഈ മൂന്നിനെയും ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ. ക്ലിയർ? അപ്പോൾ ഒരു ആറ്റത്തിലെ സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ്. സോ ദ സബ് ആറ്റോമിക് പാർട്ടിക്കിളാണ് ഇലക്ട്രോൺ, ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. ക്ലിയർ? ഇനി ശ്രദ്ധിക്കുക, ഇനി ന്യൂക്ലിയസിൻ്റെ അകത്താരൊക്കെ ഇരിക്കുന്നത്? ന്യൂട്രോണും പ്രോട്ടോണുമായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്ന പാർട്ടിക്കിൾസ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ന്യൂക്ലിയോൺസ് എന്ന് വിളിക്കുന്നത് ന്യൂട്രോണും പ്രോട്ടോണുമാണ്. സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എന്ന് വിളിക്കുന്നത് ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണുമാണ്. PSCക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അവർ പേര് തരും, ഇലക്ട്രോൺ ന്യൂട്രോൺ, ന്യൂട്രോൺ പ്രോട്ടോൺ, ഇലക്ട്രോൺ പ്രോട്ടോൺ. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. ദാറ്റ് ഈസ് ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നും കൂടി ഒന്ന് കമ്പയർ ചെയ്യാണ്. സോ നമ്പർ 1 ഈസ് ഇലക്ട്രോൺ ആൻഡ് നമ്പർ 2 പ്രോട്ടോൺ and number 3 that is neutron. Clear? ഇനി പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോൺസ്. അപ്പോൾ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചേർത്ത് വിളിക്കുന്നു സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനിലേക്ക് വരികയാണ്. ഈ ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ചോദിക്കാറുണ്ട്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ദാറ്റ് ഈസ് J.J. തോംസൺ. അപ്പോൾ ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാരാണ്? J.J. തോംസൺ. ഓക്കെ, ഇനി ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞ വാക്ക് കോയിൻ ചെയ്തതാരാണ്? ഹൂ കോയിൻഡ് ദ വേർഡ് ഇലക്ട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക ജോൺ സ്റ്റോണി. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. സോ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഇതെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാ? വാല്യൂ എത്രയാ? ഇത് കണ്ടുപിടിച്ചതാരാണ്? ഈ ഇലക്ട്രോണിൻ്റെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു -1.6 ഇൻറ്റു 10⁻⁻19 കൂളം. കൂളം എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റാണ്. ഇതാണ് ഇലക്ട്രോണിൻ്റെ ചാർജ്. ഇലക്ട്രോണിൻ്റെ ചാർജ് -1.6 ഇൻറ്റു 10⁻⁻19 ആണെന്ന് കണ്ടെത്തിയത് മില്ലിഗണാണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൂ കാൽക്കുലേറ്റഡ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക ദ ആൻസർ ഈസ് മില്ലിഗൺ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിച്ചത് J.J. തോംസൺ ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ വാക്ക് കോയിൻ ചെയ്തിരിക്കുന്നത്, ഹൂ കോയിൻഡ് ദ വേർഡ് ഇലക്ട്രോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെക്കുക ദ ആൻസർ ഈസ് ജോൺ സ്റ്റോണി. ഇനി ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളം. ക്ലിയർ? ഇനി ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മില്ലിഗണാണ്. മില്ലിഗൻ്റെ പ്രശസ്തമായ ഒരു ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇതുവഴിയാണ് അദ്ദേഹം ഇതിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി 3 സബ് ആറ്റോമിക് പാർട്ടിക്കിളുണ്ടെന്ന് നമ്മൾ പഠിച്ചു.
ഇതല്ലാതെ ഇനിയും പാർട്ടിക്കിൾസൊക്കെ ഉണ്ട്, നമുക്ക് പ്രധാനമായും 3 പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരികയാണ്. സബ് ആറ്റോമിക് പാർട്ടിക്കിളിൽ ഏറ്റവും ഭാരം കുറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിച്ച് ഈസ് ദ ലൈറ്റസ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ, ഏറ്റവും ഭാരം കുറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഇലക്ട്രോൺ ആണ്. സോ ദ ലൈറ്റസ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ ഈസ് കോൾഡ് ആസ് ഇലക്ട്രോൺ. ക്ലിയർ? നമ്മളിനി പ്രോട്ടോണിലേക്ക് വരികയാണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഏണസ്റ്റ് റുദർഫോർഡ്. ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് റുദർഫോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കെമിസ്ട്രിയിലെയും ഏണസ്റ്റ് റുദർഫോർഡ്, ഇദ്ദേഹമാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഇദ്ദേഹത്തിന് മറ്റൊരു വിളിപ്പേരും കൂടിയുണ്ട്, ദ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് അറിയപ്പെടുന്നതും ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഓക്കെ, ദ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്നറിയപ്പെടുന്നത് ഏണസ്റ്റ് റുദർഫോർഡ്. ഇനി ഒരു കാര്യം കൂടി പറയാം, ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഏണസ്റ്റ് റുദർഫോർഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ആരാണ്? അതും റുദർഫോർഡ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ റുദർഫോർഡ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയിൽ 2 റുദർഫോർഡ് ഉണ്ട്. ഒന്ന് ഏണസ്റ്റ് റുദർഫോർഡ്, ദെൻ സെക്കൻഡ് വൺ ഈസ് ഡാനിയൽ റുദർഫോർഡ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഓക്കെ, ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതാരാ? ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതാരാ? ഏണസ്റ്റ് റുദർഫോർഡ്. ഈ ഡാനിയൽ റുദർഫോർഡ് കണ്ടുപിടിച്ചത് എന്താണ്? സോ അതും PSCക്ക് ചോദിക്കാറുണ്ട്. നൈട്രജൻ കണ്ടുപിടിച്ചതാരാന്ന് ചോദിക്കാറുണ്ട്. സോ നൈട്രജൻ കണ്ടുപിടിച്ചതാരാണ്? ദാറ്റ് ഈസ് ഡാനിയൽ റുദർഫോർഡ്. ക്ലിയർ അല്ലേ? ഇത് നോക്കുക, പ്രോട്ടോണിൻ്റെ ചാർജിൻ്റെ സൈനാണ് ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ്, ഇവിടെ നോക്കുക, ഇലക്ട്രോൺ നെഗറ്റീവാണ്, പ്രോട്ടോൺ പോസിറ്റീവാണ്. നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, പ്രോട്ടോൺ ഒരു P ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇനി ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജിൻ്റെ വാല്യൂ തുല്യമാണ്. സോ ദ വാല്യൂ ഈസ് ഈക്വൽ ടു 1.6 × 10⁻⁻⁹ കൂളം. ഇവിടെ നോക്കുക, ഇവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് സിമ്പിളാണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ചാർജ് ഒന്ന് തന്നെയാണ്, സിമ്പിൾ സൈൻ ഡിഫറൻ്റ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ്, പ്രോട്ടോണിന് പോസിറ്റീവ്. ഇനി ന്യൂട്രോണിലേക്ക് വരൂ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ജെയിംസ് ചാഡ്വിക്. സോ ഞാൻ ഇവിടെ എഴുതുന്നു, ദാറ്റ് ഈസ് ജെയിംസ് ചാഡ്വിക്. ക്ലിയർ അല്ലേ? അപ്പം ന്യൂട്രോൺ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ജെയിംസ് ചാഡ്വിക്. അപ്പം ന്യൂട്രോണിൻ്റെ ചാർജ് എന്താ? പേര് തന്നെയുണ്ട്, ന്യൂട്രലാണ്. ന്യൂട്രോണിന് നോ ചാർജ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത കണങ്ങളെ വിളിക്കുന്നു ന്യൂട്രോൺ. ക്ലിയർ? ഇനി അതേപോലെ തന്നെ പ്രോട്ടോണിലേക്ക് വരൂ. പ്രോട്ടോണിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു ആറ്റത്തിൻ്റെ ID കാർഡ്, ഒരു ആറ്റത്തിൻ്റെ ID കാർഡ് എന്ന് വിളിക്കപ്പെടുന്ന കണം എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. സോ ഇവിടെ എഴുതി വെക്കുക, ദ ID കാർഡ് ഓഫ് എൻ ആറ്റം എന്ന് വിളിക്കുന്നത് പ്രോട്ടോൺ ആണ്. അത് നമ്മൾ ഐസോമേഴ്സും അതുപോലെ തന്നെ ഐസോട്ടോപ്സും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ID കാർഡ് ഓഫ് എൻ ആറ്റം എന്ന് വിളിക്കപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞു, ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, സ്ട്രക്ചർ എന്താണ്? ഏറ്റവും സെൻട്രൽ പാർട്ട് എന്താണ്? ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് കറങ്ങുന്ന പാത്തുകളെ വിളിക്കുന്ന പേരെന്താണ്? ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. ക്ലിയർ അല്ലേ? ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്? നോ ചാർജ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവ്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? J.J. തോംസൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റുദർഫോർഡ്, ഏണസ്റ്റ് റുദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റുദർഫോർഡ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ജെയിംസ് ചാഡ്വിക്. അപ്പോൾ നമ്മൾ ആറ്റത്തിൻ്റെ ഒരു ബേസിക് പോയിന്റിലേക്ക് കഴിഞ്ഞു. ഇനി കുറേ ആറ്റം മോഡൽസ് ഉണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ പഠിക്കണം ആറ്റത്തെക്കുറിച്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അപ്പം നമ്മൾ ആറ്റോമിക് വെയിറ്റ് പഠിച്ചു. ആറ്റോമിക് വെയിറ്റ് അത് ആറ്റത്തിൻ്റെ ഭാരമാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ആറ്റോമിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ ആറ്റത്തിൻ്റെ ഭാരമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ടേമാണ്. ദാറ്റ് ഈസ് number 1 is atomic number and second one is mass number. Number 1 is atomic number and second one is mass number. Second one is mass number. ക്ലിയർ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. കാരണം ഈ മാസ് നമ്പറും ഈ ആറ്റോമിക് മാസ് അല്ലെങ്കിൽ ആറ്റോമിക് വെയിറ്റ്, ക്ലിയർ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. ഇത് രണ്ടും ഒന്നല്ല. പലരും വിചാരിച്ചിരിക്കുന്നത് രണ്ടും ഒന്നാണെന്ന്. ഒരിക്കലുമല്ല. ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്കുക, നമ്മളൊരു ആറ്റം എടുക്കുകയാണ്. ആറ്റത്തിൻ്റെ സിമ്പൽ എക്സ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ആറ്റം ഹൈഡ്രജൻ ആവാം, ഹീലിയം ആവാം, കാർബൺ ആവാം, ഓക്സിജൻ ആവാം, എന്തും ആവട്ടെ, അതിൻ്റെ സിമ്പൽ എക്സ് ആണ്. ഇനി 2 ടേംസ് ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. ഒന്ന് എ ആണ്, ഒന്ന് സെഡ് ആണ്.
ഓക്കെ, ഇത് ഒരു സിമ്പിളിൻ്റെ മുകളിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എ സെഡ്, നമ്മൾ ആൽഫബറ്റിക് ഓർഡർ പറയുമ്പോൾ എപ്പോഴും എ ആയിരിക്കില്ലേ ടോപ്പിൽ, അത് കഴിഞ്ഞാണ് സെഡ് വരുന്നത്. അതേപോലെ ഒരു സിമ്പിൾ, നമ്മളൊരു മൂലകത്തിൻ്റെ സിമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്ന് എഴുതുക, അതിന് ടോപ്പിൽ നിങ്ങൾ എഴുതണം എ എന്ന് എഴുതണം, താഴെ നിങ്ങൾ എഴുതണം സെഡ് എഴുതണം. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ഞാൻ പറഞ്ഞു, വൺ ഈസ് ആറ്റോമിക് നമ്പർ ആൻഡ് വൺ ഈസ് മാസ് നമ്പർ. ഇതിലേതാണ് ആറ്റോമിക് നമ്പർ? സോ വിൽ സി ഇതിലേതാണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ നമ്മൾ വിചാരിക്കും ഇവിടെ ഒരു എ ഉണ്ടല്ലോ, അതുകൊണ്ട് അതാണ് ആറ്റോമിക് നമ്പർ എന്ന് വിചാരിക്കും. അതല്ല, നേരെ തിരിച്ച് ചിന്തിക്കുക. സോ ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ സെഡ് ആണ്, ക്ലിയർ അല്ലേ? അപ്പോൾ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ സെഡ് ആണ്, മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എ ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ, ക്ലിയർ ഫ്രണ്ട്സ്? ഇനി ഇതിനെ വിളിക്കുന്നു നമ്മൾ മാസ് നമ്പർ. ഓക്കെ, സോ വൺ ഈസ് ആറ്റോമിക് നമ്പർ. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ഒരു മൂലകത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. മൂലകത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് എക്സ് എന്ന് ഇടുക. തൽക്കാലം ഹൈഡ്രജൻ്റെ സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ എച്ച് എന്ന് വിളിക്കാം. ഹീലിയം ആണെങ്കിൽ അതിന് ഹീലിയത്തിന് എച്ച് ഇ നമ്മൾ പറയുന്നു. എന്ന് പറഞ്ഞ പോലെ എക്സ് മൂലകത്തിൻ്റെ സിമ്പിളാണ്. അതിൻ്റെ മാസ് നമ്പർ എ എന്നും ആറ്റോമിക് നമ്പർ സെഡ് എന്നും വിളിക്കുന്നു. ക്ലിയർ? ഇനി സെഡ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ഒരു മൂലകത്തിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് മാസ് നമ്പർ. ഒരു മൂലകത്തിൻ്റെ അകത്ത് എന്താണുള്ളത്? സെൻട്രൽ പാർട്ട് എന്താണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണത്തെ നമ്മൾ വിളിക്കുന്നു മാസ് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ, ഒരു ആറ്റത്തിൻ്റെ, മൂലകത്തിൻ്റെ അല്ല, ഒരു ആറ്റത്തിൻ്റെ, ഓക്കെ, ആറ്റത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് പ്രോട്ടോൺസ്. ക്ലിയർ അല്ലേ? ഇനി നമ്മളൊരു പോയിന്റിലേക്ക് വരികയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. നമ്മൾ ഒരു ആറ്റം എടുക്കുകയാണ്, അതിൻ്റെ സെൻട്രൽ പാർട്ട് ന്യൂക്ലിയസാണ്. സെൻട്രൽ പാർട്ട് ഈസ് ന്യൂക്ലിയസ്. ഓക്കെ, ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇലക്ട്രോൺസ്. ഇവിടെയാണ് ഇരിക്കുന്നത് ന്യൂട്രോൺസും പ്രോട്ടോൺസും, ഇവിടെയാണ് ഇരിക്കുന്നത്. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണങ്ങളുടെ ബന്ധം എന്താണ്? ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണത്തിൻ്റെ ബന്ധം എന്താണ്? ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി ഓൾവേസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണവും പ്രോട്ടോൺസിൻ്റെ എണ്ണവും തുല്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ആറ്റമുണ്ട്, ഈ ആറ്റത്തിൽ 5 പ്രോട്ടോൺ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു? അതിൻ്റെ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ആറ്റമുണ്ട്, ഈ ആറ്റത്തിൻ്റെ അകത്ത് 100 പ്രോട്ടോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു ഓർബിറ്റിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കുക, 5 പ്രോട്ടോൺ ചേരുമ്പോൾ 5 പോസിറ്റീവ് ചാർജായി, 5 ഇലക്ട്രോൺ ചേരുമ്പോൾ 5 നെഗറ്റീവ് ചാർജായി. അപ്പോൾ 5 പ്രോട്ടോൺ ചേരുമ്പോൾ 5 പോസിറ്റീവ് ചാർജും 5 ഇലക്ട്രോൺ ചേരുമ്പോൾ 5 നെഗറ്റീവ് ചാർജുമായി. അപ്പോൾ ടോട്ടൽ ചാർജ് എത്രയാണ്? 5 പോസിറ്റീവും 5 നെഗറ്റീവും തമ്മിൽ ക്യാൻസൽ ചെയ്യുന്നു. സോ ടോട്ടൽ ചാർജ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഒരു ഐസോലേറ്റഡ്, വേർതിരിച്ചെടുത്ത ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 100 പ്രോട്ടോൺ ഉണ്ട്. 100 പ്രോട്ടോണിന് 100 പോസിറ്റീവ് ചാർജും 100 ഇലക്ട്രോണിന് 100 നെഗറ്റീവ് ചാർജും ഉണ്ട്. ടോട്ടൽ ചാർജ് എന്താണ്? ഓരോ പോസിറ്റീവ് ചാർജും ഓരോ നെഗറ്റീവ് ചാർജിൽ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ 100 പോസിറ്റീവ് ചാർജും 100 നെഗറ്റീവ് ചാർജും വരുമ്പോൾ അത് ക്യാൻസൽ ആകുന്നു. സോ ടോട്ടൽ ചാർജ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് എൻ ഐസോലേറ്റഡ് ആറ്റം? ഇതുപോലെ ഒരു ഐസോലേറ്റഡ്, വേർതിരിച്ചെടുത്തിരിക്കുന്ന ഒരു ആറ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ? അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞു. സോ വൺ ഈസ് ആറ്റോമിക് നമ്പർ, വൺ ഈസ് മാസ് നമ്പർ. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എ സെഡ്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. ഒരു ഹീലിയം ആറ്റം എടുക്കുകയാണ്. ഹീലിയം നമ്മളിങ്ങനെ പറയുന്നു 2He4 എന്ന് പറയുന്നു. ഇതൊരു ഹീലിയം ആറ്റത്തിൻ്റെ എക്സാമ്പിൾ ആണല്ലോ 2. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ ഹീലിയം ആറ്റത്തിലേക്ക് ഒരു നമ്പർ ഓഫ് ഇവിടെ ഞാൻ എഴുതുകയാണ്, സെഡ് ഇസ് ഈക്വൽ ടു ആൻഡ് എ ഇസ് ഈക്വൽ ടു 4 ആണ്. സെഡ് 2 ആണ്.
Z. ആറ്റോമിക് നമ്പർ 2 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഈക്വൽ ടു 2 എന്നാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഈ മൂലകത്തിൽ, ഈ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം 2 ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയായിരിക്കും? അതും 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? കാരണം നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് പ്രോട്ടോൺസും എപ്പോഴും തുല്യമായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി വരിക, ഈ 4 എന്താ കാണിക്കുന്നത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മാസ് നമ്പർ? ഒരു മൂലകത്തിൽ, ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണമാണ് 4 എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും എണ്ണമാണ് 4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നു. സോ അത് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് ഈസ് ആൻസർ? n+2 വിൽ ബി ഈക്വൽ ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഈസ് ഈക്വൽ ടു 4 - 2. വാട്ട് ഈസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്? ദാറ്റ് ഈക്വൽ ടു. അപ്പോൾ ഒരു മൂലകത്തിലെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂലകത്തിലെ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോൺസിൻ്റെയും പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും എണ്ണം കണ്ടുപിടിക്കാം. ഇനി വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഇവിടെ A ആണ്, ഇവിടെ Z ആണ്, ഇവിടെ n+p ആണ്, ഇവിടെ p ആണ്, ഇവിടെ p ആണ്. അപ്പോൾ n+pയിൽ നിന്ന് p കുറച്ചാൽ നിങ്ങൾക്ക് n കിട്ടും. n+pയിൽ നിന്ന് p കുറച്ചാൽ നിങ്ങൾക്ക് n കിട്ടും. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്, ഓക്കെ, n+pയിൽ നിന്ന് p കുറക്കുക. n+p എന്ന് പറയുന്നത് A ആണ്, A - Z ആണ്. സോ A - Z എന്ന ഫോർമുല ഓർത്ത് വെക്കുക. വളരെ സിമ്പിളാണ്. A - Z ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, സെഡിലെ വാല്യൂ എന്താ കാണിക്കുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇത് തന്നെയാണ് ഇലക്ട്രോൺസിൻ്റെ എണ്ണവും. ക്ലിയർ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ആറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് 11 ആൻഡ് മാസ് നമ്പർ ഈസ് 23. ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്കറിയാം ആറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഏതാണെന്ന് അറിയാൻ പാടില്ല, എക്സ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നമ്മളിതിനെ ഇവിടെ A എന്ന് വിളിക്കുന്നു, ഇവിടെ Z എന്ന് വിളിക്കുന്നു. മാറിപ്പോയത് AZ. അപ്പോൾ A എന്ന് വിളിക്കുന്നത് ആറ്റോമിക് നമ്പർ അല്ല, ഇത് മാസ് നമ്പറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് മാസ് നമ്പറാണ്. പേര് കൊണ്ട് നമ്മൾ A ആണെന്ന് വിചാരിക്കും, കൺഫ്യൂഷൻ വരരുത്. ദിസ് ഈസ് മാസ് നമ്പർ ആൻഡ് ദിസ് ഈസ് ആറ്റോമിക് നമ്പർ. ക്ലിയർ? എന്താ പറഞ്ഞിരിക്കുന്നത്? ആറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് 11 ആൻഡ് മാസ് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് 23. സോ ഫൈൻഡ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? A - Z ചെയ്താൽ മതി. ഡയറക്ട്ലി യു ഡു A - Z. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സോ വാട്ട് ഈസ് ദ ആൻസർ? സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് will be equal to 23 - 11. 23 - 11 ഡയറക്റ്റ് ചെയ്യുക. So what is the answer? That is equal to 12. Clear?